ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഈ അടുത്ത കാലത്തായി ഏറെ ജനശ്രദ്ധ ആകർഷിച്ച റിവർ ക്രൂയിസ് ഷിപ്പിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. സബർമതി റിവർ ഫ്രണ്ടിലൂടെ ഒരു കപ്പൽ യാത്ര എന്നുള്ള രീതിയിലാണ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും ആദ്യം ഈ ഒരു കപ്പൽ യാത്ര വിഭാവനം ചെയ്തത്. മുന്നോട്ട് പോകും തോറും ആളുകളുടെ എണ്ണത്തിലുള്ള ഗണ്യമായ കുറവ് ഈ ഒരു ഷിപ്പിന്റെ മുന്നോട്ടുള്ള യാത്രയെ ഒത്തിരിയേറെ ബാധിച്ചപ്പോഴാണ് ടൂറിസം ഇത് കാര്യക്ഷമമായിട്ട് ഏറ്റെടുക്കുകയും ഒപ്പം ഒരു റെസ്റ്റോറന്റ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്തത്. ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഭക്ഷണം ഈ ഒരു റിവർ ക്രൂയിസില് ഒപ്പം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഒരു തുക മുടക്കിയെങ്കിൽ മാത്രമാണ് ഇന്ന് സാധ്യതമാകുന്നത്. നേരത്തെ സഞ്ചാരം മാത്രമായി ഉള്ള ഒരു സമയത്ത് നന്നേ റേറ്റ് കുറവായ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് അത് റെസ്റ്റോറന്റ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് ധാരാളം ആളുകൾ ഏറ്റെടുക്കുവാൻ കാരണമാവുകയാണ്. ഇന്ന് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഈ ഒരു ക്രൂയിസിനുള്ളിൽ ചെലവഴിച്ചുകൊണ്ട് ആസ്വദിക്കുവാൻ പരിശ്രമിക്കുന്നവരാണ് ഇവിടെ എത്തിച്ചേരുന്ന ധാരാളം പേരും. വൈകുന്നേരം സായാഹ്നത്തിലാണ് ധാരാളം ആളുകൾ ഈ ഒരു ക്രൂയിസ് ഷിപ്പിലേക്ക് എത്തിച്ചേരുന്നത്. രാത്രി കാലങ്ങളിൽ നല്ല ലൈറ്റിങ്ങോട് കൂടിയുള്ള ഈ ഒരു ഷിപ്പ് റിവറിലൂടെ പോകുന്നത് കാണുന്നത് തന്നെ ഏറെ കൗതുകമുണർത്തുന്നതാണ്. അതിൽ ഒരു നേരത്തെ ഭക്ഷണം കൂടി ആയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അനുഭവമാണ് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിരക്കും കൂടുതലാണ്. 2000 രൂപയും GST ഒക്കെ നമ്മൾ നൽകിയാൽ മാത്രമാണ് ഇതിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധ്യതമാവുകയുള്ളൂ. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡാണ് സെർവ് ചെയ്യുന്നത്. മറ്റൊരു പ്രത്യേകതയുള്ള വെജിറ്റേറിയൻ ഫുഡുകളായിരിക്കാം ഇവിടെ സെർവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഗുജറാത്ത് ആയതുകൊണ്ടും ഗുജറാത്തിന്റെ സംസ്കാരം അനുസരിച്ച് ഒരു വെജിറ്റേറിയൻ രീതിയാണ് ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ലഭ്യമാകുന്നത്. ഏതായാലും പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് സബർമതി റിവർ ഫ്രണ്ടിന് കുറുകെ ഈ ഒരു നദിയിൽ കൂടെയുള്ള ഈ ഒരു യാത്ര ഈ ഒരു ക്രൂയിസ് ഷിപ്പില് ആസ്വദിക്കുന്നത്. കുറച്ചധികം പണം ചെലവഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പോലും അത് ഒരിക്കലും നഷ്ടമല്ല. ഒരു അനുഭവ സമ്പത്തോടു കൂടി അഹമ്മദാബാദിൽ നിന്ന് നമുക്ക് തിരിച്ചു പോകുവാൻ സാധിക്കും.